16-ാമത്തെ അധ്യായം 16-7. സോറി 16-13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതെ. പരിശുദ്ധാത്മാവ് ഈ 14-ലും 15-ലും എല്ലാം യേശു പറഞ്ഞതിന്റെ ആൻസറായിട്ട് അടുത്ത അധ്യായത്തിൽ പറയും. പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു. അതിനെ തുടർന്നും എല്ലാം കർത്താവ് പറയുന്നുണ്ട്, എനിക്കിപ്പോ പറയാൻ പല കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോ അത് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവ്, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കത്തൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞെരുക്കം ഉണ്ടാകുന്നുണ്ട്, കർത്താവിനെ ഇനി സ്നേഹിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ്. ആൻഡ് ആ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. അടുത്തൊരു പടി, ഈ വർഷം നമ്മൾ കേട്ടിരിക്കുന്ന ദൂത് പോലെ തന്നെ ലോകം നമ്മുടെ മഹത്വം കാണും, പുതിയൊരു പേരിലേക്ക്. പക്ഷെ പുതിയൊരു പേരിന് വേണ്ടിയിട്ടല്ല, അതിന്റെ രഹസ്യം അവിടെ അല്ല ഇരിക്കും. ഞാൻ പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുന്നു, പുതിയൊരു പേര് ഈ ഡയസിസിലുള്ള എല്ലാവരുടെ മേലും കർത്താവ്, ജനങ്ങൾ അത് വിളിക്കും. അത് മാത്രമല്ല, ഈ വർഷം കർത്താവ് കരം പിടിച്ച് നടത്തുന്ന വർഷം. എന്നെ ഒരു കാഴ്ച കർത്താവ് കാണിച്ചതാണ്. ഞാൻ എന്നെ കർത്താവായിട്ട് എൻകൗണ്ടർ ഉണ്ടായ ആ ദിവസം കണ്ട കാഴ്ചയാണ്. അതായത് അന്ന് എനിക്ക് അറിയത്തില്ല ഈ ദർശനമാണോ എന്താ കണ്ടത്. അപ്പൊ അന്ന് കണ്ട ഒരു കാര്യം, ഒരു വലിയൊരു തോട്ടത്തിൽ ഒത്തിരി ആടുകൾ, ഈ ചെമ്പരിയാടുകൾ വളരെയധികം 1000-ൽ കൂടുതൽ കണക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഒരു 2 പേര്, അപ്പൊ ഇടയന്റെ ഒരു അപ്പിയറൻസിലാണ്, നമ്മൾ മനസ്സിലറിയാവുന്ന ഒരു ഇടയന്റെ അപ്പിയറൻസ്. അപ്പം നടന്നു പോയി ഇതിനകത്ത് ഒരു ചെമ്പരിയാടിനെ തോളയിലെടുത്ത് നടന്നു വരും. അപ്പൊ പെട്ടെന്ന് എന്നോട് ഉള്ളിൽ ചോദിക്കുക, ബാക്കി ചെമ്പരിയാട് ഈ ചെമ്പരിയാടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാഴ്ച നോക്കി ഒന്നുമില്ലല്ലോ, എല്ലാം ഒരുപോലെയല്ല. നമ്മളെപ്പോലെ ഓരോ വേറെ വേറെ ഫേസ് കട്ടൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ആ ഇടയന് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണത്തിന് അങ്ങ് എടുത്തു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവ് എന്റെ ഇടയനാ, കർത്താവ് നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് വെറും കമ്പുകൊണ്ട് നടത്തുക മാത്രമല്ല, ചിലതിനെ കർത്താവ് തോളിലേറ്റ് നടത്തും. അങ്ങനെയുള്ള ചിലവരുടെ കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ കർത്താവ് നടത്തും. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഈ യോഹന്നാനും പല ശിഷ്യന്മാരുടെയും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് പറയാൻ വലിയ അത്ഭുത സാക്ഷ്യമൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല. ശ്രദ്ധിച്ചാൽ മതി, പത്രോസ് നടന്ന അത്ഭുതം അല്ലാതെ ബാക്കി ശിഷ്യന്മാരുടെ വലിയ അത്ഭുത സാക്ഷ്യങ്ങളൊന്നും ബൈബിളില്ല. പക്ഷെ ആ 12 പേര് അല്ലെങ്കിൽ ആ 11 പേര് അവര് കർത്താവിന് വേണ്ടി ജീവൻ വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ്? അവർ യേശുവിന്റെ കൂടെ നടന്നു, അവർ യേശുവിനെ സ്നേഹിച്ചു. ഇന്ന് പല ചോദ്യങ്ങൾ വരുന്നുണ്ടാവാം, കർത്താവിന് അവനൊക്കെ എന്ത് കിട്ടി, എന്ത് അത്ഭുതം നടന്ന മാത്രമല്ല, എനിക്കൊരു രക്ഷകനെ കിട്ടി. ഏറ്റവും വലിയൊരു അത്ഭുതം, എനിക്കൊരു രക്ഷകനെ കിട്ടി, എനിക്ക് കർത്താവിനെ കിട്ടി, സൃഷ്ടാവിനെ കിട്ടി, എന്നെ ഇന്നും സ്നേഹിക്കുന്ന സൗഖ്യദായകനെ കിട്ടി. ഒന്ന് കര ഉയർത്താൻ നമുക്ക് സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് തന്നെ ഓരോ ഭവനങ്ങളിലും കർത്താവിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കേൾക്കുന്ന ഓരോരുത്തരും ജീവിതം കർത്താവ് ഇന്ന് നീ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഹൃദയം കലങ്ങിപ്പോവാതെ, മറ്റു കാര്യങ്ങളിൽ ചിന്ത പോവാതെ, ഫലം കായ്ക്കുവാൻ, നിന്റെ കൂടെ ഇരുവാൻ, നിന്നിൽ വസിക്കാൻ, കർത്താവ് നിന്നെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ സഹായിക്കും. ഇത് വെറുതെ ഒരു മീറ്റിംഗിന്റെ അവസാനം എടുക്കുന്ന തീരുമാനമല്ല കർത്താവ്, മറിച്ച് ഇന്നത്തെ ദിവസം മുതൽ കർത്താവ് ഓരോ ദിവസവും നിന്നെ സ്നേഹിച്ച് നടക്കുവാൻ, നിന്നെ സ്നേഹിച്ച് ജീവിക്കുവാൻ, സ്നേഹത്തിൽ നിന്നും വിശ്വാസം കർത്താവെ ഉത്ഭവിച്ച് അതിന്റെ പ്രവർത്തികൾ കാണുവാൻ, സ്നേഹത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ, സ്നേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കാൻ കർത്താവെ വൈക്കം ഡയസിസിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വലിയൊരു സ്നേഹത്തിൽ നിറയുന്ന കർത്താവ് ഒരു അനുഭവം ഡയസിസിലുള്ള ഓരോ മക്കളിലും ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. അത് മാത്രമല്ല, ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവ സ്നേഹം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തെ ഞാനത് കൽപ്പിക്കുന്നു. മീറ്റിങ്ങുകളിൽ മാത്രമല്ല, ആ ദേശത്തിന്മേൽ ദൈവ സ്നേഹം വെളിപ്പെടുന്ന ഒരു കാലം, ആ ദേശത്ത് കാൽ ചവിട്ട് നടത്തുന്ന ദൈവസ്നേഹം അനുഭവിക്കുന്ന രീതിയിൽ കർത്താവ് നടത്താൻ നന്ദി പറയും. ബ്ലെസ് ദി ലോർഡ് ജീസസ്. കർത്താവ് വിനോദ് ബനായി പ്രാർത്ഥിക്കുന്നു. ഡയസിസിനെ ലീഡ് ചെയ്യുന്നു കർത്താവെ, നീ ദാനമായി തന്നിരിക്കുന്നതാണ്.
മകനെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഇനിയും അധികമായി കൃപകളാലും വെളിപ്പാടുകളാലും, അത് മാത്രമല്ല ഈ വർഷം കർത്താവ് ദേശക്കാർ, ലോകം കർത്താവ് ഗ്ലോറി കാണുന്ന വർഷം കർത്താവ് വെളിപ്പെടുത്തുന്ന നന്ദി പറയും. ഞങ്ങൾ ചേർന്ന് തങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നോസിറ്റുകളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ലീഡേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജസ്റ്റിൻ ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ജസ്റ്റിൻ ബ്രദറെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായിട്ട് തന്നെ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ജസ്റ്റിൻ ബ്രദർ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ? ഞാൻ ചേർത്തല സഭയിലെ വിദ്യാഭ്യാസം കേൾക്കുന്നുണ്ടോ? ഞാന് കഴിഞ്ഞ ദിവസം ATM നിന്ന് ഞാൻ 9,500 രൂപ പിൻവലിച്ചു. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം എടുത്തപ്പോ ക്യാഷ് കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്യാഷ് കിട്ടിയത്. പക്ഷെ ഇതേവരെ ആദ്യത്തെ പൈസ 9,500 രൂപ ബാങ്കിൽ നിന്ന് കാണാനില്ല. ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് എന്റെ വീടിന്റെ ലോൺ കുറെ മുടങ്ങി. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് അവർ എസ്റ്റിമേറ്റ് എടുത്ത് ജപ്തി വരെ ആകേണ്ട നടപടി അയക്കുന്നു. അത് കർത്താവ് തന്ന ഭവനമാണ്. അത് എത്രയും വേഗത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വീട് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിക്കാം. വീടിന്റെ വേറെ ജീസസ് ദേവസ്വം ഗവൺമെന്റിൽ നിന്ന് എനിക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടാനുണ്ട്. അത് തടസ്സമായിട്ട് കിടക്കുന്നു, കിട്ടിയിട്ടില്ല. അത് വേഗത്തിൽ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും. എന്റെ ഭർത്താവിന്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. ഹസ്ബൻഡിന്റെ അമ്മയുടെ ഓഹരി അമ്മയുടെ പേർ കിടക്കുന്ന വസ്തു കള്ളാധാരം ഉണ്ടാക്കി അത് വേറെ വിൽപ്പന ആങ്ങള ചെയ്ത് അത് 27 വർഷമായിട്ട് കോടതി കിടക്കുന്ന കേസാണ്. അതിപ്പോ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നേക്കോ. ഇന്നത് അളവാണ്. സമാധാനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് ചേർന്ന് ഒരുമിച്ചൊന്ന് കൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആദ്യം പറഞ്ഞ കർത്താവ് പ്രാർത്ഥന ആവശ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവെ, അവിടെ വീടിന് കർത്താവ് ജപ്തിയായി ആ ഭാരം നീ അറിയുന്നുണ്ടല്ലോ യേശു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് നേരത്തെ നീ പറയിപ്പിച്ചത് കർത്താവാണ് എല്ലാം നടത്തുന്നത്. കർത്താവായി ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ സൃഷ്ടിക്കുവാനും കരുതുവാനും ശക്തി. യേശുനാമത്തിൽ ആ ജപ്തി ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ് ആ ഭവനം റിസ്റ്റോർ ആകട്ടെ. അത് മാത്രമല്ല കർത്താവ് ആ പറഞ്ഞിരുന്ന കർത്താവ് റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റ്സും ATM-ലുണ്ടായ കർത്താവ് ആ പൈസ മുടങ്ങി കിടക്കുന്നതും എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു വരുത്തും. ഈ ഡയസിസിനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അക്കൗണ്ട് തിരിച്ചു കയറട്ടെ, ബെനിഫിറ്റ്സ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ കാര്യം യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവിടെ പുതിയ വഴി കർത്താവ് തുറന്നിരിക്കാൻ നന്ദി പറഞ്ഞു. കർത്താവ് ഇന്ന് അവിടെ ഡിസിഷൻ എടുക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തോന്നും, കർത്താവ് നീയാ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങൾക്ക് കർത്താവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും നീതിയോടെ അവിടെ കർത്താവ് കാര്യങ്ങൾ ചെയ്തതെന്ന് നന്ദി പറയും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമ്മുടെ മധ്യത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പറഞ്ഞ സ്തോത്രം. കർത്താവ് വീണ്ടും നമ്മളെ സ്നേഹിക്കാം ഉറപ്പിച്ച പ്രിയ ജസ്റ്റിൻ ബ്രദറെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സജീവ് ബ്രദറെ. ജസ്റ്റിൻ ബ്രദറെ പ്രൈസ് ദി ലോർഡ്. ജസ്റ്റിൻ ബ്രദറെ വളരെ അനുഗ്രഹമായിരുന്നു മീറ്റിംഗ്. ഞങ്ങള് ജസ്റ്റിൻ ബ്രദറിലൂടെ കേട്ട ആ വാഗ്ദത്വവും ദൂതും എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുക. ഇന്ന് ഒരിക്കൽ കൂടെ ആ കർത്താവ് ഉറപ്പിച്ച് നന്ദിയുണ്ട്. അറിയാം ജസ്റ്റിൻ ബ്രദറിന് ഒരുപാട് തിരക്കുള്ളതാണെന്ന് അറിയാം. കാരണം നമ്മുടെ മീഡിയയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ജസ്റ്റിൻ ബ്രദറാണ്. അതുപോലെ കർത്താവിന് ഓടുന്ന ഒരു ദൈവദാസന. ഇന്ന് പ്രിയ ജസ്റ്റിൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ പറയാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതോടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് ആകത്തില്ല. ഈ കർത്താവിന്റെ കൃപയാൽ അതായത് ഒരു ദിവസമല്ല, മാസങ്ങൾ ഇനി മുമ്പോട്ടുള്ള പല കാര്യങ്ങളും വന്നു കിടപ്പുണ്ട്. ചെയ്തു തീർക്കാനും കോൺക്ലെയിനും അടുത്തായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കർത്താവിന്റെ ഏറ്റവും ഇഷ്ടം ഞാൻ ടൈമിനുള്ളിൽ ഇരുന്ന് യേശുവിനെ അങ്ങനെ സ്നേഹിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു.
സ്തോത്രം. കർത്താവ് സമൃദ്ധിയാണ് നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും നീട്ടിയായിട്ട്. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് വൈക്കം ഡയോസിസ് ചേർന്ന് പ്രിയ ജസ്മാന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിയ മകനിലൂടെ കേട്ടത് കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി നന്മയായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയ ജസ്മാനെ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവെ, ഇതുവരെ ലോകം കാണാത്ത കർത്താവ് ഒരു ഉണർവ് മകന്റെ കരങ്ങളായി പരിശുദ്ധാത്മാവെ അങ്ങ് ചെയ്യണം. കർത്താവ്, മകന്റെ മേൽ വലിയൊരു വിളിയുണ്ടല്ലോ, വലിയൊരു തെരഞ്ഞെടുപ്പാണല്ലോ കർത്താവ്. ആർക്കും കിട്ടാത്ത, ആർക്കും കൊടുക്കാത്ത കർത്താവ് ചില ഗിഫ്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ മകന്റെ മേൽ ഇപ്പോൾ തന്നെ നിറയട്ടെ കർത്താവ്. അതുപോലെ കർത്താവ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന കർത്താവിന്റെ മഹത്വം ഈ 2023 ഞങ്ങൾക്ക് കാണണം കർത്താവ്. പ്രിയ മകന്റെ കരങ്ങളാൽ മരിച്ചു കിടക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുവാനും വേണ്ട, സാന്നിധ്യം അടിക്കുമ്പോൾ, സാന്നിധ്യം അനുഭവിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തി ചാടി എഴുന്നേൽക്കുന്ന നിലവാരത്തിൽ ശുശ്രൂഷ കർത്താവ് ഞങ്ങൾ അനുവദിക്കുക കർത്താവ്. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക. അത് ചെയ്തിരിക്കാൻ നന്ദി കർത്താവ്. അടുത്തൊരു ലെവലിലേക്ക് മാനിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം കർത്താവ്. ഞാൻ അതുപോലെ കർത്താവിന് വേണ്ടി ഓടുകയാ. അതുപോലെ കർത്താവ് രഹസ്യത്തിൽ ചെയ്യുന്നതെല്ലാം കർത്താവ് ഒരു വ്യക്തി പോലും അറിയുന്നില്ല, എന്നാൽ അത് പരസ്യത്തിൽ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ. അപ്പ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക കർത്താവ്. ഇന്ന് ഈ ഡൈക്കൻ ഡയോസിസിൽ വന്നത് പ്രിയമാന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു നന്മയായി അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം കർത്താവ്. ഈ വർഷത്തെ ദൂത് പോലെ അവന്റെ ജീവിതം കർത്താവ് അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട് ഒന്നിനും വിട്ടില്ലാതെ സകലതും ധാരാളമായി കൊടുക്കുവാൻ, രാജ്യങ്ങൾ കൊടുപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുക. കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപയിൽ പൊതിയണം. ഇനിയും കർത്താവ് ശുശ്രൂഷയിൽ അടുത്ത ലെവലിലോട്ട് മാനിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഇതാണ്. ആമേൻ. താങ്ക് യു. കർത്താവ് സമൃദ്ധിയാണ് നടക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജസ്റ്റിൻ ബ്രദറെ, വിനോദ് ബ്രദറെ നല്ലൊരു ഫംഗ്ഷനും ഒരു മീറ്റിംഗ് ഒക്കെ പോയിട്ട് താമസിച്ചാണ്, അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ജസ്റ്റിൻ ബ്രദറിന്റെ സമയം ഉണ്ടെങ്കിൽ നിങ്ങളോട് തുടരാം. അറിയാം ബിസി ആയിരിക്കും അറിയാം, എങ്കിലും സമയം ഉണ്ടെങ്കിൽ തുടരാം. ഞങ്ങൾ തുടർന്ന് ഞങ്ങളുടെ വീഡിയോയിലേക്കൊക്കെ പോവുകയാണ്. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയസ് ചേർന്ന് ജസ്റ്റിൻ ബ്രദറെ അനുഗ്രഹിക്കുക. ഓക്കെ, സിസ്റ്ററെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേട്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പറയാനുള്ള സമയമാണ്. സാക്ഷ്യങ്ങളുള്ളവർക്ക് ഈ സമയം അൺമ്യൂട്ട് ചെയ്ത് സാക്ഷ്യങ്ങൾ പറയാം. ബ്ലോസം ഇൻ ജീസസ് ബ്രദറെ, ഇന്ന് ലൈവായിട്ട് ഉണ്ടായ ഒരു സാക്ഷി കേട്ടോ. എനിക്ക് ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞില്ല, അപ്പൊ എന്റെ തൊണ്ടയ്ക്ക് ഞങ്ങളുടെ ഷോപ്പിന് മുമ്പില് ഈ റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര പൊടിയാ. അപ്പൊ പൊടി എപ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച് അതെ, വേറെ നേരത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറി. പക്ഷെ ഇപ്പൊ തൊണ്ടയ്ക്ക് നല്ല ഒരു വേദനയായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ വേദന വേണ്ട, ഇന്ന് ഇത് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ജസ്റ്റിൻ ബ്രദറെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തൊണ്ടയിൽ കൈവച്ചു. ശരിക്കും എനിക്ക് നല്ല ആശ്വാസമുണ്ട്, പൂർണ്ണമായിട്ട് മാറി ഞാൻ വിശ്വസിക്കുന്നു. പൊടി അലർജി ഭയങ്കര പ്രശ്നമായിരുന്നു നേരത്തെ എനിക്ക്, പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. ഈ ഒരു പ്രശ്നമായിരുന്നു ഇപ്പൊ, അത് ഇന്ന് കർത്താവ് സൗഖ്യാക്കി. ആമേൻ. സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സാക്ഷ്യങ്ങളുണ്ടോ? ബ്ലോസം ഇൻ ജീസസ് വിഷ്ണു ബ്രദറെ, വെല്ലൂർ രാജേഷ് ബ്രദറാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുമേത്ത് വെള്ളൂരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭവന സന്ദർശനം പോയേക്കുമായിരുന്നു. സജി ബ്രദർ ഉണ്ടായിരുന്നു, ആര്യമോൾ ഉണ്ടായിരുന്നു, സാലി സിസ്റ്റർ, അങ്ങനെ ഞങ്ങൾ 4-5 പേരോട് കൂടി വളരെ സന്തോഷമായിരുന്നു. എല്ലാ ഭവനത്തിലും പോയി ആത്മാക്കൾ നേടാനും രോഗികളെല്ലാം കാണാനും പ്രാർത്ഥിക്കാനെല്ലാം കർത്താവ് വളരെ അനുഗ്രഹിച്ചു. എല്ലാ വഴികളിലും വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ 2 ദിവസങ്ങളില്.
കർത്താവ് ഞങ്ങൾക്ക് വലിയ അത്ഭുതം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? സാക്ഷ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ബ്രദർ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഉണ്ട് ബ്രദറെ, ഉണ്ട്. കാണിക്കാം. സ്വതന്ത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സജീവ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, ആഘോഷിക്കുന്ന മക്കളെ അങ്ങ് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, ഈ പുതുവർഷം മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, എല്ലാ മേഖലയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, ജോലി വരുമാന മാർഗങ്ങളെല്ലാം അങ്ങ് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, ഈ പുതുവർഷം ഈ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ശോഭനം. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കരീബിയൻ കോണ്ടിനെന്റ്. ഓക്കെ, കരീബിയൻ കോണ്ടിനെന്റ് ഞാൻ പ്രാർത്ഥിക്കാം. സമയം സജീവ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു ഈശ്വരന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വ്യാപരിക്കട്ടെ കർത്താവെ. ആ രാജ്യത്തെ വെടിപ്പാൻ തക്കവണ്ണം കർത്താവെ, ആ രാജ്യം മുഴുവൻ സുവിശേഷീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കാര്യം ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. അപ്പൊ കർത്താവ്, ഞങ്ങളുടെ ഉള്ളിൽ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അങ്ങൊരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം കർത്താവെ, ആഗ്രഹം തന്ന കർത്താവ് അതിന്റെ പൂർത്തീകരണം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ആ ദേശത്തെ ഭരിക്കുന്ന കർത്താവെ, ആ രാജ്യത്തെ ഭരിക്കുന്ന കർത്താവെ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന സകലത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അതിന്റെ മേൽ ജയമെടുക്കുന്നു കർത്താവ്. ആ രാജ്യത്തെ അങ്ങ് തന്നതിനായി നന്ദി. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. അപ്പം എല്ലാവരും തന്നെ അവർക്ക് ജനുവരി 26 നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട മോസ്റ്റ് പവർഫുൾ യൂത്ത് കോൺക്ലേവ് നടക്കുകയാണ്. രജിസ്റ്റർ ചെയ്യാനുള്ളവരെല്ലാം വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. സ്തോത്രം. കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ മധ്യത്തിൽ ചെയ്യും. അനേക ദേവദാസന്മാരൊക്കെ കടന്നു വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വളരെ വളരെ സമയം കുറച്ചേ ഉള്ളൂ, 6 ദിവസം കൂടി ഉള്ളൂ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഈ സമയം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വായിന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ള വേണ്ടാത്ത വാക്കുകളെ നിർവീര്യമാക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നിർവീര്യമായി തീരട്ടെ. ഞാൻ തന്നെ എൻ്റെ ഭാവിയെ തകർക്കുമായിരുന്നു, എൻ്റെ ജീവചക്രത്തിന് ഞാൻ തീ കൊളുത്തുമായിരുന്നു. ഇന്ന് അത് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോട്ടെ എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എൻ്റെ വായിലൂടെ വന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെയും വേണ്ടാത്ത വാക്കുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കും. യേശു എൻ്റെ കർത്താവ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഉയർച്ച തന്നെ പ്രാപിക്കും. തലമുറയുടെ തലമുറ, കുഞ്ഞുങ്ങൾ മക്കളുടെ മക്കളെയും കാണും. അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പറയാം, നിങ്ങളുടെ വാക്ക് അദൃശ്യ ലോകത്തെ ചലിപ്പിക്കുന്നതാണ്. വിശ്വാസത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നത് വിശ്വസിക്കുന്നത് പറയാനാണ്, കാണുന്നത് പറയാനല്ല.